അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. غلبت الروم في أدنى الأرض وهم بعد غلبهم سيغلبون في بضع سنين لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم. وعد الله لا يخلف الله وعده ولكن أكثر الناس لا يعلمون. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്ക് മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. മനുഷ്യകുലത്തിന് ആകമാനമാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. മനുഷ്യന്റെ ആരംഭം മുതൽ, അതായത് ആദമിന്റെ ജീവിത തുടക്കം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാർഗദർശനം നൽകുന്ന ഒരു സുന്നത്ത്, വിചാരിക്കുക, ഒരു ഏർപ്പാട്, ഒരു നടപടിക്രമം ഏർപ്പെടുത്തിയിരുന്നു. മനുഷ്യന് സ്വതേ തന്നെ ഒരു ഹിദായത്തുണ്ട്. അതായത് നഫ്സിൽ മനുഷ്യൻ എന്ന അസ്തിത്വത്തിൽ ജ്ഞാനവും വിശ്വാസവും ഉത്ഭൂതമാക്കിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പലർക്കും അറിയാത്തതും അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതുമായ ഒരു കാര്യമാണ്. ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു അധ്യാപകനും പഠിപ്പിച്ചില്ലെങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യൻ എന്ന വ്യക്തിത്വത്തിന് തന്റെ രക്ഷിതാവ് ആരാണ് എന്ന് വ്യക്തമായി അറിയും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖുർആനിലൂടെ അറിയും. അതിനാദ്യമായി മനുഷ്യന് ജ്ഞാനം നൽകുകയും അത് ടെസ്റ്റ് ചെയ്യുകയും ആ സംഭവങ്ങളൊക്കെ ആദമിന്റെ മുന്നിൽ വെച്ച് നടത്തിയ സംഗതികൾ അല്ലാഹു തആല പറയുകയും എന്നിട്ട് ഞാനല്ലേ നിങ്ങളെ രക്ഷിതാവ് എന്ന് മനുഷ്യാത്മാക്കളോട് മൊത്തം ചോദിക്കുകയും എന്നിട്ട് ഞങ്ങളെല്ലാം സാക്ഷിയാണ്, ബലാഷഹിദിനാൻ, ഞങ്ങളൊക്കെ സാക്ഷിയാണ് എന്ന് മനുഷ്യൻ പറയുകയും എന്നിട്ട് നിങ്ങളിത് അറിഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു തആല പറയുകയും ആ സംഗതികളെല്ലാം ഖുർആനിൽ വിവിധ കോലത്തിൽ വിവിധ തരത്തിൽ അല്ലാഹു തആല ചിത്രീകരിക്കുകയും ചെയ്തു. അതിലേക്ക് ആകത്തുക മനുഷ്യൻ എന്ന സത്തയിൽ, നഫ്സിലാണ് മനുഷ്യന്റെ സത്ത.
അതായത് ബോഡി എന്ന് പറയുന്നത് മണ്ണുകൊണ്ടുണ്ടാക്കിയ സാധനമാണ്. അതിന് ജീവൻ സന്നിവേശിക്കുന്നു, ബോഡിയെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആ ജീവനും ഈ ബോഡിയൊക്കെ മനുഷ്യരല്ലാത്ത എല്ലാത്തിനും ഉണ്ട്. ജന്തുക്കൾക്കും പല ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു നഫ്സ് അല്ലാതെ നേരെ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അപ്പുറം ആ നഫ്സിനെ നേർവഴിക്ക് നയിക്കാനാണ് അല്ലാഹുവിനുള്ള റൂഹ് ഓടിയത്. അപ്പൊ ഈ റൂഹ് ചൈതന്യവത്തായി നഫ്സിനെ എപ്പോഴും പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ആ സിസ്റ്റം വളരെ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് അല്ലാഹു തആല ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് മനുഷ്യനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നതിന് മുമ്പ് ഇത്രയൊക്കെ വളരെ വെൽ സെറ്റപ്പൊക്കെ ആണെങ്കിലും മനുഷ്യനെ ഇതിനെ അതിജയിക്കാനുള്ള താല്പര്യങ്ങൾ നഫ്സിലുണ്ടാവും. ആ താല്പര്യങ്ങളെ ശരിക്ക് അതിജയിച്ച് വിജയിക്കണമെങ്കിൽ അഡീഷണൽ ഗൈഡൻസ് ആവശ്യമാണ്. അതാണ് മനുഷ്യന്റെ ഒരു സ്വഭാവം, വീക്ക്നെസ്. അതാണ് കാര്യങ്ങൾ അറിയാം, പക്ഷെ എങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് മനുഷ്യനിലുണ്ടാവില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് ബോധ്യപ്പെടുത്താനാണ് ആ സ്വർഗത്തിൽ സംഭവം ഉണ്ടായത്. പിശാചിന്റെ പ്രലോഭനം ഉണ്ടായപ്പോൾ അരുതാത്തത് കയറി ചെയ്ത് കുഴിമലയായിരുന്നു. എന്നിട്ട് മനുഷ്യൻ ഖേദിച്ചു മടങ്ങുകയും ആ ഖേദിച്ചു മടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല അവൻ പുറത്തു കൊടുക്കുകയും ഇങ്ങോട്ട് വിടുകയും ചെയ്യുന്നു. വളരെ സിസ്റ്റമാറ്റിക്കാണ്. ആധുനിക ശാസ്ത്ര ലോകത്ത് നമ്മൾ ഇത് ഒരു കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാൾട്ട് ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. ഈ പറഞ്ഞ സംഗതികൾ അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ യാതൊരു ഫാൾട്ടും ഇല്ലാതെ മനുഷ്യന്റെ ആ നിലയ്ക്ക് ഇങ്ങനെ വരിക, മനുഷ്യന്റെ ഡിഫക്റ്റ് ഉണ്ട് എന്നുള്ളതും കൂടി കമ്പ്യൂട്ടർ നമുക്ക് ഫീഡ് ചെയ്ത് തരും. ആ നിലയ്ക്കാണ് ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണെങ്കിൽ പണ്ട് കാലത്ത് ഈ കമ്പ്യൂട്ടറൊന്നും ഇല്ലായിരുന്ന, ടെക്നോളജിയൊന്നും ഇത്രയും ഡെവലപ്പ് ചെയ്തില്ലാത്ത ഒരു കാലത്ത് ഇത് യഥാർത്ഥത്തിൽ വിശ്വസിക്കല്ലാത്ത ഒരു നിവൃത്തിയില്ലായിരുന്നു. നമുക്ക് വിശ്വാസത്തിന് ഒരുപാട് സൗകര്യങ്ങളുണ്ടെന്നുള്ള, പക്ഷെ നമുക്കും അവർക്കും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ മുന്നിലുണ്ടായിരുന്നത് പ്രവാചകന്മാരാണ്, ജീവിക്കുന്നവർ. നമ്മുടെ മുന്നിലുള്ളത് തെളിവുകളാണ്. അപ്പൊ അല്ലാഹു ഈ തെളിവുകൾ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസത്തിന് ശക്തി നൽകിയതായിട്ട് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ശക്തമായ ഈമാനുള്ള ആർക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അനുയായികളോട് ചോദിച്ചു. ഒരു ചോദ്യം, ഒരു കാര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ ഒരു രീതിയാണ്, ഒരു കാര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി ചോദ്യം ചോദിക്കുക. അല്ല, ഏറ്റവും നല്ല സ്ട്രോങ് ആയ വിശ്വാസം, നല്ല ബലമുള്ള വിശ്വാസമാണ്. അപ്പോ ആളുകളെ കൂടി പറഞ്ഞു അത് അല്ലാഹുവിന്റെ റസൂലാണ്. ഞാനോ? എനിക്കെന്താ വിശ്വസിക്കാൻ പ്രശ്നം? ഞാൻ അല്ലാഹുവിനെ നേരിട്ട് കാണണം. അല്ലാഹുവിനെ നേരിട്ട് കാണുന്നവരാണ് എന്താ വിശ്വസിക്കാൻ പ്രശ്നം? വിശ്വസിച്ചില്ലെങ്കിലല്ലേ അത്ഭുതപ്പെട്ടുള്ളൂ. ഞാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പറ്റുമോ? അത്ര സ്ട്രോങ്, വിശ്വാസത്തിലൊക്കെ സ്ട്രോങ് ആണ്. പക്ഷെ എന്റെ മുന്നിൽ അല്ലാഹു തആല എപ്പോഴും ഞാൻ കാണുന്നില്ലേ? ഞാൻ കാണുന്നത് കൊണ്ട് അല്ലാഹുവിനെ ഞാൻ വിശ്വസിക്കുന്നവരിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? അപ്പോ പറഞ്ഞവർ ഞങ്ങളായിരിക്കും. നിങ്ങളോ? നിങ്ങളെ എന്നെ കാണില്ലേ? നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ എന്നെ നിങ്ങൾ കാണുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ്. കാരണം ഞാന് നിങ്ങൾക്കില്ലാത്ത പല സവിശേഷതകളും നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജിബ്രീൽ വരുന്നു, അത് ആയത്തോതിരുന്നു, അത് നിങ്ങളോട് പറയുന്നു, നിങ്ങളത് സാക്ഷ്യം വയ്ക്കുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അറിയില്ല റസൂലെന്ന്. അതെ, വളരെ അകലങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം വരുന്ന ഈ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവര് അത് തന്നെ കാണുന്നില്ല, റസൂലിനെ കാണുന്നില്ല, എന്നെ കണ്ട നിങ്ങളെ കാണുന്നില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ വിശ്വസിക്കുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ മികവ് പുലർത്തുന്നത് എന്നൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത് വലിയൊരു പാടുണ്ട്. വലിയ വലിയ വിശ്വാസങ്ങൾ മറ്റൊരു വിശ്വാസികളാണെന്നൊക്കെ പറഞ്ഞിട്ട് പിൽക്കാലത്ത് വരുന്ന ആയിഫ വിശ്വാസങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബോധിപ്പിക്കുന്ന ചില ഹദീസുകളൊക്കെ എടുത്തിട്ട് പണ്ഡിതന്മാർ പലപ്പോഴും പറയാറുണ്ട്.
കഴിഞ്ഞു പോയില്ല അതൊക്കെ. നമ്മളത് വിശ്വാസമൊക്കെ പണ്ടായിരുന്നില്ല. അതിന് നേരെ വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് എന്നുള്ളതാണ്. തെളിവുകളുടെ അടിസ്ഥാനം എന്നിട്ട് റസൂൽ പറയും, സുബായ ഉറപ്പാകും അകലങ്ങളിലുള്ള എന്റെ അനുയായികൾക്ക് സ്വാഗതം സ്വാഗതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് യഥാർത്ഥത്തിൽ വളരെ ഒരു വലിയ ആത്മബലം നൽകുന്ന ഒരു ആവേശം നൽകുന്ന ഒരു വചനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് അതുവഴി ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോ പറഞ്ഞു വന്ന സംഗതി, ഈ വിശ്വാസം ഉണ്ടെങ്കിലും ഇടയ്ക്കിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ആ വിശ്വാസത്തിന് പലപ്പോഴും മങ്ങലേൽക്കുകയും മനുഷ്യൻ താല്പര്യങ്ങൾക്ക് അടിമയായി പോവുകയും ചെയ്യും എന്നുള്ളത് ഞാനത് ചെയ്യൂല എന്ന് ഒരു പണ്ഡിതനും ഒരു നബിക്കും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ എല്ലാവരും അതിന് വിധേയരായിരിക്കുമെന്നുള്ളതിനാണ് ആദ്യ നബിക്ക് എന്നെ ആ പ്രശ്നം ഉണ്ടാക്കിയത്. ആദ്യമേ നിന്നാണല്ലോ പിന്നെ ഇങ്ങനെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയും ഒരു വലിയ ശാസ്ത്രീയ തത്വമുണ്ട്. അത് ഹെറിഡിറ്റി, വംശ പരമ്പരയിൽ പിതാവിന്റെ സ്വഭാവം മക്കൾക്ക് വരാൻ സാധ്യതയുണ്ട്. ആദമിൽ നിന്നായപ്പോ പിന്നെ എല്ലാ മനുഷ്യന്മാർക്കും അതേ വെച്ചോളൂ എന്നതാണ്. ആദമിനെ അവയുന്നാകുമ്പോ പിന്നെ വേറെ ഏകമല്ല, ഇല്ലാന്ന് പറയാൻ വകുപ്പില്ലല്ലോ. അപ്പോ ഈ പരിസ്ഥിതി എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസിനേക്കാൾ ചിലപ്പോ മനുഷ്യരിൽ കയറിയിട്ട് സ്വാധീനം ചെലുത്തുന്നത് ഈ പാരമ്പര്യത്തിന്റെ ജീൻസിന് കൂടെയാണ്. അവന്റെ ജീൻസ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, അങ്ങനെയാണ് നമ്മൾ പറയാറില്ല. അപ്പൊ അതിന് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ അതിന് വളരെ വ്യക്തമായ തെളിവുണ്ട്. പള്ളിയിൽ ജീവിച്ചൊരു പെണ്ണ് കുറച്ചു ദിവസം കാണാനില്ല, പിന്നെ ഒരു കുട്ടിയായിട്ട് നമുക്കറിയാം മാറിയമ്മന്റെ കഥ. അപ്പൊ ആളുകൾ പറഞ്ഞ്, എന്റെ വാപ്പ ഹാറൂന്റെ സഹോദരൻ, എന്റെ ഉമ്മ മോശക്കാരിയായിരുന്നില്ല, എന്റെ കുടുംബത്തിൽ ആരും മോശക്കാരൻ, നീ ഉണ്ടായി ചെയ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതായത് മോശക്കാരെ മോശം ചെയ്യുള്ളൂ, നന്മ തുടർത്തും എന്ന ജനങ്ങളുടെ വിശ്വാസം. അതായത് പാരമ്പര്യം മനുഷ്യനിൽ സ്വാധീനം ചെലുത്തും എന്ന ഒരു വിശ്വാസം. ആ പാരമ്പര്യ സ്വാധീനം മോശമാണെങ്കിൽ അതിനെ അതിജയിക്കാൻ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അവന്റെ തൗബ, വിനയം. അഹങ്കാരമില്ലാതെ വിനയത്തോടെ അല്ലാഹുവിനോട് നിൽക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടേയിരുന്നതാണ്. എന്നിട്ട് ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അത് പൂർത്തീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. റസൂലിന്റെ ജീവിതത്തിൽ ആ 22 കൊല്ലം, അതായത് പക്കം പറഞ്ഞാൽ 23 വർഷം, ചില മാസം ചില ദിവസം കൃത്യമായി പറഞ്ഞാൽ അതിന് മണിക്കൂറും സെക്കൻഡും വേണ്ടി പറയാൻ പറ്റുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. അങ്ങനെ പറയാം, ജനറലായിട്ട് പറഞ്ഞാൽ 23 വർഷം. ഈ 23 വർഷം സംഭവിച്ച സംഗതികൾ നമ്മളൊന്ന് അനലൈസ് നോക്കിയാൽ, ഈ ഖുർആൻ അയച്ചത് ഒരു ബുക്കായിട്ട് എടുത്തിട്ട് എടുത്തിട്ട് മുഹമ്മദ് നിന്റെ അനുയായികൾക്കും നാട്ടുകാർക്കും കൂടെ പഠിപ്പിക്കാൻ വേണ്ടി ഈ പുസ്തകം വെച്ചോ എന്ന് പറഞ്ഞു കൊടുത്താൽ, ഖുർആനോടൊപ്പം നബിയെ വിട്ട് നബിയോടൊപ്പം ഖുർആനും രണ്ടങ്ങോട്ടോടെ പറയാം. ഒരു പ്രവാചകനെ നിയോഗിച്ചപ്പോ ഖുർആൻ ഖുർആനോടൊപ്പം ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അത് ജീവിച്ച് കാണിക്കുക. പോയിട്ട് കാണാം, നിങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് തരയല്ല ചെയ്തത്, അത് ജീവിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരും, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അപ്പൊ റസൂലിന്റെ ജീവിതത്തിൽ സംഭവിച്ച 23 വർഷക്കാലം ഉണ്ടായ സംഭവങ്ങൾ ഒന്ന് നമ്മൾ എൻലിസ്റ്റ് ചെയ്ത്, അതായത് ഒരു പട്ടിക തയ്യാറാക്കിയാൽ സാധ്യമാവുന്ന ലക്ഷ്യം. അതായത് അത് ഈ ലോകത്ത് റസൂലിന് ശേഷമുള്ള മൊത്തം കാലഘട്ടത്തിൽ ഉണ്ടാവാവുന്ന പ്രശ്നങ്ങളുടെ ആകത്തുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ കൈകാര്യം ചെയ്യാത്ത അടിസ്ഥാനപരമായ ഒരു പ്രശ്നവും പിന്നീട് വന്ന ജനതയ്ക്ക് കൈകാര്യം ചെയ്യാനൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. എല്ലാ പ്രശ്നവും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ ജീവിതത്തിൽ തന്നെ അടിസ്ഥാന വിഷയങ്ങളെല്ലാം അത് നൽകി. അപ്പൊ അതുകൊണ്ട് ഖുർആനിൽ നിന്ന് എല്ലാ വിഷയത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധിക്കും. ഇനി ഏതെങ്കിലും സംഗതികൾ ഖുർആനിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അള്ള മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, അത് പ്രവാചകൻ വഴി പഠിപ്പിക്കും. നമുക്കറിയാം, എല്ലാം ഖുർആൻ വഴിയല്ല പഠിപ്പിക്കും. നമസ്കാരത്തിന്റെ മറ്റ് കർമ്മശാസ്ത്രപരമായി നമ്മൾ ഉണ്ടാക്കുന്ന നടപടിക്രമങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ഖുർആനിൽ വഴി കിട്ടില്ല. അതുപോലെ തന്നെ ആരാധനകളുടെയും മറ്റു നടപടിക്രമങ്ങളുടെയും കർമ്മശാസ്ത്രപരമായ സംഗതികൾ നമുക്ക് ഫിഖ്, അത് നമ്മൾ പിന്നീട്
പ്രവാചകന്റെ വചനങ്ങളിൽ നിന്നാണ് ആദ്യകാലം പഠിച്ചത്. ഇനി ഖുർആന്റെയും പ്രവാചകന്റെയും വചനങ്ങളിലും നമ്മളൊരു ഇഷ്യൂ നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം നേരിടുമ്പോൾ ഖുർആന്റെയും പ്രവാചകന്റെയും വചനങ്ങളിൽ നിന്ന് നമുക്കിതിന് മറുപടി കിട്ടുന്നില്ലെങ്കിൽ, സൊല്യൂഷൻ ഉണ്ടാവുന്നില്ലെങ്കിൽ, അത് നമ്മൾ പണ്ഡിതന്മാരാരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഒന്നും കാണുന്നില്ലെങ്കിൽ ഒരു സത്യവിശ്വാസി അവന്റെ സ്വന്തം മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ആലോചിച്ചായിരുന്നു നോക്കുക. അപ്പൊ നിയമം ഉണ്ടാക്കാനല്ല അനുമതി, ബൈലോസ്, ഉപനിയമങ്ങൾ ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച്, ഒരു പ്രദേശത്തിന്റെ ആവശ്യമനുസരിച്ച് ഉപനിയമങ്ങൾ ഉണ്ടാക്കാൻ, അടിസ്ഥാന നിയമങ്ങളിൽ, അതായത് തൗഹീദിന്റെയും ആഖിറത്തിന്റെയും കടക്ക് കത്തിവെക്കാത്ത, അടിസ്ഥാന നിയമങ്ങൾക്ക് കത്തിവെക്കാത്ത ഉപനിയമങ്ങൾ സൃഷ്ടിക്കുക. അപ്പൊ നമ്മൾ ആ വസ്ത്രധാരണ രീതി വസ്ത്രം എടുക്കുന്ന അവർക്ക് പറയണം, അതിന് ഒരു നിശ്ചിത രൂപവും ഭാവവും ഒക്കെ പറയും, പ്രവാചകൻ കാണിച്ചു തരും. അതുപോലെ ഒരുപാട് സംഗതികൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇല്ലാന്ന് തോന്നുന്ന പല സംഗതികൾ നമ്മൾ കൈകാര്യം ചെയ്യും. പക്ഷെ അടിസ്ഥാന വിഷയം അവിടെ ഉണ്ടാവും. വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ്, അതിന് എത്രയാണെന്നൊക്കെ പറയും. എങ്ങനെ അത് ഷർട്ട് വേണോ, അതല്ല തുണി ചുറ്റിക്കിടണോ, അതല്ല പാൻസ് ഇടണോ, മുണ്ടെടുക്കണോ, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ. വാഹനത്തെ സംബന്ധിച്ച് അന്നിപ്പോ മോട്ടോർ ബൈക്കും അതുപോലെ തന്നെ കാറും വിമാനവും സാറും അതായത് റോക്കറ്റും ഉണ്ടായില്ല. അന്ന് വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്ന വേറെ. അപ്പൊ അത്തരം ചില സംഗതി, വാഹനം യാത്ര എന്നതിനെ സംബന്ധിച്ച്, ധനം ക്രയവിക്രയം എന്നതിനെ സംബന്ധിച്ച്, കമ്മ്യൂണിക്കേഷൻ, മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ എന്നതിനെ സംബന്ധിച്ച്, എല്ലാത്തിനെ സംബന്ധിച്ചും അടിസ്ഥാന നിയമങ്ങളെല്ലാം പഠിപ്പിച്ചു പോകുന്ന ഒരു രീതിയാണ്. അപ്പൊ പ്രശ്നങ്ങളുണ്ടാവും. സത്യവിശ്വാസികളും സത്യനിഷേധികളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. സത്യവിശ്വാസം, മക്കയിലെ സത്യവിശ്വാസികൾ ആദ്യകാല വിശ്വാസികളാണ്. അവർ റസൂലിന്റെ ആഹ്വാനം കേട്ട് ഇസ്ലാം സ്വീകരിച്ചാണ്. അപ്പൊ അവരുടെ കുടുംബത്തിൽ തന്നെ അവരെ പോലെ പ്രഗത്ഭരും കഴിവുള്ളവരുമായ ആളുകൾ ഈ വിശ്വാസ കാര്യത്തിൽ അവരോട് ഭയങ്കരമായ രൂക്ഷമായ തർക്കം നടന്ന ഒരു സന്ദർഭം. മക്കയിൽ തന്നെ ആദ്യ കാലഘട്ടത്തിൽ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുകയും, വിശ്വാസം പൊട്ടത്തരാണെന്ന് പറയും, അങ്ങനെ ഒരു പടച്ചോൻ ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെ ഈ ലോക ജീവിതം കഴിഞ്ഞ ഒരു ജീവിതം എന്തിനാണ് എന്നൊക്കെ ചോദിക്കുകയും ചെയ്ത് ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ആളുകൾ വേർതിരിക്കും. ഇപ്പൊ സത്യവിശ്വാസികളും സത്യനിഷേധികളും അല്ലെങ്കിൽ മുശ്രിക്കുകളുമായി, ബഹുദൈവ വിശ്വാസികളുമായി വേർതിരിക്കും. ഇവര് രണ്ട് വിഭാഗക്കാരെ രൂക്ഷമായ അഭിപ്രായ സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറേബ്യൻ ഉപദ്വീപിൽ വലിയൊരു സംഭവം നടക്കേണ്ട. അറേബ്യൻ ഉപദ്വീപിന്റെ അപ്പുറത്തേക്കുള്ള പേർഷ്യൻ റോമ സാമ്രാജ്യം, യൂറോപ്പിന്റെ ഭാഗത്തുനിന്ന് റോമും അതായത് ഗൾഫ് ഏരിയയിൽ നിന്ന് പേർഷ്യൻ, രണ്ട് സാമ്രാജ്യങ്ങളാണ് റസൂലിന്റെ തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിൽ ലോകത്ത് സ്വാധീനം ചെലുത്തിയിരുന്ന രണ്ട് എംപയേഴ്സ്, അതായത് സാമ്രാജ്യങ്ങൾ. ഇവരെപ്പോഴും ഈ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ പരസ്പരം ഇങ്ങനെ പോരടിക്കുക ഒരു പതിവായി. അപ്പൊ റോമക്കാര് വേദവിശ്വാസികളായ ക്രിസ്ത്യാനികളും പേർഷ്യക്കാര് മജൂസികൾ, അതായത് തീയ ആരാധിക്കുന്ന ബഹുദൈവ ആരാധകരുമാണ്. ഇവര് തമ്മില് ലോകത്ത് ഭയങ്കരമായ മത്സരം എപ്പോഴും ഉണ്ടല്ലേ, രണ്ട് ഫോഴ്സ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ രണ്ട് ഫോഴ്സ് മത്സരിച്ചുകൊണ്ടിരുന്നപ്പോ റോമക്കാരുടെ അധീനതയിലുണ്ടായ ജെറൂസലേം പേർഷ്യക്കാരുടെ കീഴടക്കി. അതായത് വേദവിശ്വാസികളെ തകർത്തുകൊണ്ട് ബഹുദൈവാരാധകര് ആ ജെറൂസലേം കൈയടക്കിയപ്പോ മക്കയിലെ മുസ്ലിങ്ങൾക്ക് ഭയങ്കര ആഹ്ലാദം. മുഹമ്മദ് മറ്റേ ആളാണല്ലോ, മുന്നിൽ വന്ന ആളാണല്ലോ ഈസ എന്ന് പറയുന്നത്. അയാളുടെ അനുയായികളാണ് ആ റോമക്കാർ. ആ റോമക്കാരുടെ പ്രതാപമൊക്കെ നശിപ്പിച്ച് ഞങ്ങളുടെ ആൾക്കാർ, ഇവര് യഥാർത്ഥത്തിൽ മജൂസികളല്ല, ഇവര് ബിംബാരാധകരാണ്, തീ ആരാധിക്കുന്നവരല്ല. എങ്കിലും ഒരു കുഫറിന്റെ ഒരു കൂട്ടായ്മയാണ് അവിടെ കാണുന്നത്. അതായത് തീ ആരാധിക്കുന്ന ബഹുദൈവ ചിന്തകരായ ആളുകൾ, വിഗ്രഹാരാധകരായ ആളുകൾക്ക് അവരോട് ഭയങ്കര താല്പര്യം. അവര് ജയിച്ചപ്പോ ഭയങ്കരമായ ആഹ്ലാദം കൊണ്ടിട്ട് അവര് പറയാ, മുഹമ്മദും കൂട്ടൻ ഇതേപോലെ തകർക്കപ്പെടും, ഞങ്ങളയാൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ ആഹ്ലാദം. സത്യവിശ്വാസികൾക്ക് നേരെ, സത്യവിശ്വാസികൾക്കാണെങ്കിലോ റോമക്കാരെ ജയിക്കണമെന്നായിരുന്നു. എന്നുവെച്ചാൽ ആഗോള ചലനങ്ങളെ സംബന്ധിച്ച് അന്ന് ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷനോ അതുപോലെ സംവിധാനങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും സാർത്ഥവാഹ സംഘം വന്നെത്തുമ്പോഴാണ് ഈ യുദ്ധവിവരങ്ങളൊക്കെ ആളുകൾ അറിയുന്നത്. എന്നിട്ട് അത് എത്തിയപ്പോഴേക്കും ആളുകൾ കൊടുക്കുന്ന വിവരമനുസരിച്ച് സത്യവിശ്വാസികളായ ആളുകൾ ഭയങ്കര സങ്കടമുണ്ടായി. അതായത് വേദവിശ്വാസികളായ ഇഞ്ചീലിന്റെ അഹലുകാര്, ക്രിസ്ത്യാനികളാൽ അവർ തോറ്റുപോയിരിക്കുന്നു, അവർ തോൽക്കാൻ പാടില്ലാത്തതാണ്, തോറ്റുപോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കരമായ സങ്കടമാണ്. ഇങ്ങനെ വ്യസനം വല്ലാണ്ട് സത്യവിശ്വാസികളെ പിടികൂടിയിരിക്കും.
മറ്റുള്ളവർ നിഗളിച്ച് ഇങ്ങനെ ഒരു പരം ആഹ്ലാദം കൊള്ളുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിച്ചു കൊടുക്കണം. അലിഫ് ലാം മീം. സൂറത്ത് റൂം, റോമക്കാരാണ്. റോമ എന്ന് പറയുന്ന ആ സൂറത്ത് യഥാർത്ഥത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഒരു പ്രദേശങ്ങളെ നിനക്ക് യൂറോപ്പിലെ ഒരു സ്ഥലമാണല്ലോ റോം. ആ റോമിനെ സംബന്ധിച്ച് പറയാം, റൂം അല്ല ആദ്യം തന്നെ പറയാം, റോം പരാജയപ്പെട്ടിരിക്കുന്നു, റോമക്കാർ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഫി അദിനൽ അർദി, അയൽ രാജ്യത്ത് വെച്ച് റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, അവരുടെ ഈ പരാജയത്തിന് ശേഷം അവർ വിജയിക്കും. സയഗ്ലിബൂൻ, അവർ താമസിയാതെ. സൗഫ രണ്ട് പ്രയോഗം ഉണ്ടാക്കിയത്. സൗഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കൂടിയമാണ്. സ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ടെൻസിന്റെ അടുത്താണ്, അതായത് താമസിയാതെ തന്നെ. എടുത്തു പറയുന്നുണ്ട് ഫീ ബിദ്ഇ സിനീൻ, ചില അല്പകാലത്തിനിടയിൽ അവർ വിജയിക്കാൻ പോകുന്നു. ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായിട്ട് ഓതി കൊടുത്തു. ഇത് ഓതി കേട്ടപ്പോ മുശ്രിക്കുകൾക്ക് ആടാ റോമക്കാരെ ജയവും പരാജയമൊക്കെ ഈ പടച്ചവൻ എങ്ങനെ അറിയാം, ഈ പടച്ചവനിപ്പോ ഇതൊക്കെ പറഞ്ഞില്ല, അങ്ങനെ കളിയാകാൻ തുടങ്ങി. അബൂബക്കറിനോട് രണ്ടു മൂന്ന് അവിടുത്തെ പ്രമുഖരായ മുശ്രിക്കുകൾ പറഞ്ഞു, നിന്റെ സുഹൃത്തു പറയുന്ന കേട്ടോ, റോമക്കാരെ ഈ ഇത്രയും ശക്തിയുള്ള എന്നൊരു മൈറ്റി പവറായിരുന്നു. റോമം കമ്പാരിറ്റീവ്ലി, അതായത് താരതമ്യേന അന്നത്തെ കാലഘട്ടത്തിൽ റോമ ചക്രവർത്തിയും അനുയായികളും പട്ടാളവും ഒക്കെ കുറച്ച് ശക്തി കുറഞ്ഞവരായിരുന്നു. പ്രത്യക്ഷത്തിൽ പ്രകടമായത് പേർഷ്യക്കാരാണ്. അവർ വളരെ ശക്തന്മാരായിരുന്നു. ഇത്രയും വലിയ ശക്തിയുള്ള, ഇത്രയും ഏരിയ, ഗൾഫ് ഏരിയ, ആ പ്രദേശം അങ്ങ് വളരെ വ്യാപിച്ചു കിടക്കുന്ന ഇത്രയും വലിയ സാമ്രാജ്യത്തിന്റെ ഉടമകളായ ഈ പേർഷ്യക്കാരെ കുറച്ചു കാലം കൊണ്ട് റോമക്കാർ പരാജയപ്പെടുത്തുന്നതാണല്ലോ നിന്റെ സുഹൃത്ത് പറയണത് എന്ന് അബൂബക്കറിനോട് പറഞ്ഞു. അബൂബക്കറിന് സങ്കടവും ദേഷ്യവും. അബൂബക്കർ ഉടനെ പറഞ്ഞു, അബൂബക്കർ ആണല്ലോ അറിയാമല്ലോ, പറഞ്ഞു അദ്ദേഹം പറഞ്ഞ അത് തീർച്ചയായിട്ടും നടക്കും. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും. ആടാ അത് നടക്കാൻ പോവാ, എന്നാ പിന്നെ എന്നോട് പന്തയം കെട്ടാനുണ്ടോ എന്നാണ് എടുത്തിട്ട്. ആ പന്തയം, അപ്പൊ കുതിരയാണല്ലോ അവിടെ പന്തയം. ഏറ്റവും അന്ന് അറേബ്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല മേൽത്തരം 4 കുതിരകൾക്ക് പന്തയം കിട്ടി. അങ്ങനെ ദുലൈസിനീൻ എന്ന് പറഞ്ഞാൽ അതായത് കുറച്ച് കാലങ്ങൾക്കുള്ളൂ. അപ്പോ കുറച്ചു കാലം കാത്തിരിക്കാത്ത, അങ്ങനെ 1, 2, 3, 4, 5, 6, 7 കൊല്ലം കഴിഞ്ഞു. അപ്പൊ സാധാരണ ഒരു പന്തയത്തിന് നാട്ടു നടപ്പനുസരിച്ച് 7 കൊല്ലമൊക്കെ വസ്തുണ്ട്. 7 കൊല്ലം പൂർത്തിയാകുമ്പോ യാതൊന്നും സംഭവിച്ചിട്ടില്ല. പേർഷ്യക്കാരുടെ ആധിപത്യം വളരെ ശക്തമായി, അവരുടെ മർദ്ദന, പീഡന, കിരാത മറകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. റോമക്കാരാണെങ്കിലോ യാതൊരു ശക്തിയില്ലാത്ത പോലെ തന്നെ നടക്കുകയും ചെയ്യും. അപ്പോ അബൂബക്കറിനോട് ചെന്ന് പറഞ്ഞു, കണ്ടില്ലേ 7 കൊല്ലായി നീ പന്തയം കണ്ടിട്ട്, നീ ഒരു മാന്യനായ മനുഷ്യൻ, പന്തയം കണ്ടിട്ട് 7 കൊല്ലായി യാതൊന്നും സംഭവിച്ചില്ല, മുഹമ്മദ് പറയണമെന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കറിനെ പരിഹസിക്കാറുണ്ട്. അപ്പൊ വിവരം റസൂലിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിഹസിക്കുന്ന റസൂലെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോ റസൂൽ ചോദിച്ചാൽ സിനീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാടപ്രയോഗത്തിൽ എന്താണ്? 10 താഴെ വർഷം. 10 താഴെ 9 വരെ. അപ്പോ 1 മുതൽ 9 കൊല്ലം വരെ ആവാന്നാണല്ലോ. എന്നാ പോയി പറയും ഈ പന്തയത്തിന്റെ സമയം 2 കൊല്ലം കൂടെ നീട്ടണം, കാരണം നമ്മുടെ നാട്ടുകാരനുസരിച്ച് 10 താഴെ വർഷമാണ്. അവർ പറഞ്ഞു ഓക്കെ, 2 കൊല്ലം കൂടെ നീട്ടിത്തരാം. ഉടനെ തന്നെ 8ാം കൊല്ലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ റോമക്കാര് പേർഷ്യക്കാരെ അമ്പേ പരാജയപ്പെടുത്തി കളഞ്ഞു, നശിപ്പിച്ച് നാമാവിഷയമാക്കുക ഒരു സംഭവം ഉണ്ടായി. അതോടുകൂടി മറ്റൊരു ഭയങ്കരമായ ഞെട്ടൽ അനുഭവപ്പെട്ടു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി. അതായത് ലില്ലാഹിൽ അംറു മിൻ ഖബ്ൽ വ മിൻ ബഅദ്, ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഇതിനു മുമ്പും അധികാരവും ശക്തിയും കൽപ്പനയൊക്കെ നമ്മൾ തന്നെയാണ്, അതിന് ശേഷവും നമ്മൾ തന്നെയാണ്. ഭൂമിയിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും എപ്പോൾ നടക്കണം, എങ്ങനെ നടക്കണം, എന്തിനു നടക്കണം, ആർക്ക് അധികാരം നൽകണം, ആരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നാം തന്നെയാണ്. നമ്മുടെ കൈവശമാണ് അതിനുള്ള എല്ലാ പവറുള്ളത്. മറ്റാർക്കും ഒരു പവറും ഇല്ല, ശക്തിയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മനുഷ്യർ അധികം ആളുകളും ശ്രദ്ധിക്കാത്ത പോകുന്ന ഒരു സംഗതിയാണ്. എന്നിട്ട് പറയാ വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം വരുമ്പോ,
അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം കണ്ട് രണ്ടും ഉപയോഗിക്കുക. ഈ അള്ളാഹു സഹായിച്ചിട്ട് റോമക്കാർ വിജയിക്കുമ്പോ സത്യവിശ്വാസികൾ സന്തോഷഭരിതരാവും. യൻസുർ മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് അവൻ സഹായിക്കുക. വഹുവൽ അസീസുർ റഹീം, അവൻ പ്രതാപവാനാണ്, അതോടൊപ്പം കാരുണ്യവാനുമാണ്. വഅദല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഒരു വാക്കാണ്. ലാ യഖ്ലിഫുല്ലാഹു വഅദഹു, അല്ലാഹുവിന്റെ വാക്ക് അവൻ ഒരിക്കലും ലംഘിക്കുന്ന പ്രശ്നമില്ല. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ജനങ്ങളിൽ അധികം ആളുകളും യാഥാർത്ഥ്യം അറിയാത്തവരാണ്. ഈ പ്രപഞ്ചത്തിന്റെയും ജീവിതത്തിന്റെയും ഭരണത്തിന്റെയും മനുഷ്യരാശിയുടെ മൊത്തം ചലനങ്ങളെ, ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ചലനങ്ങളെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് എന്തെപ്പോ എങ്ങനെ ചെയ്യണമെന്നും നിയന്ത്രിക്കണമെന്നും തീരുമാനിക്കാനുള്ള അധികാരം നമുക്കാണ്. ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ നീ വിലയിരുത്തിക്കൊണ്ട് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊരു തെളിവാണ് കുറച്ചു കാലം ഒരു സന്തോഷവും അല്ലെങ്കിൽ ഒരു വിജയമൊക്കെ കിട്ടിയപ്പോ നെഗളിച്ചുകൊണ്ട് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും പ്രവാചകനെയും നിന്ദിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ അനന്തരഫലം ഇവർക്ക് സംഭവിച്ചതുപോലെ തകർന്ന് തരിപ്പണമാവുന്ന നാമാവിശേഷമാകുന്ന ഒരു ചുറ്റുപാടായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കുകളെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ സഹായത്തുമ്പോൾ മക്കയിലെ മുശ്രിക്കുകളെ ഈ പീഡനവും ഈ മർദ്ദനവും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സന്തോഷകരമായ ഉന്നതമായ മറ്റൊരു സ്ഥലം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന മദീനയിലേക്കുള്ള ആ പ്രയാണവും ശേഷം വരുന്ന ബദറും ഉഹദും കഴിഞ്ഞ് മദീനയിൽ സ്ഥാപിക്കാൻ പോകുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ശുഭവാർത്തയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തത്. അത് നേരിട്ടൊക്കെ പറഞ്ഞു കൊടുക്കില്ല. മനുഷ്യ ബുദ്ധിക്ക് ഇടം നൽകിക്കൊണ്ട് ചിന്തിക്കാനും ആലോചിക്കാനും പ്രവർത്തിക്കാനും അതിൽ ആമഗ്രമാകാനുള്ള അവസരം നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകിയിരിക്കുന്നതെന്നാണ്. അത് ആ ഒരു സംഭവം, ആ കാലഘട്ടത്തിൽ ആ സംഭവം ഇനി ലോകത്ത് പലയിടത്തും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ കാലഘട്ടത്തില് ആഗോള അടിസ്ഥാനത്തില് സത്യവിശ്വാസികൾക്കെതിരെ കൂടാനും എല്ലാത്തരം കുഫറും മുശ്രിക്കും ഒന്നിച്ചു നടക്കുന്നത് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ള. സത്യവിശ്വാസികൾക്കെതിരെ 2-3 പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒന്ന്, കുഫറെല്ലാം ഒന്നാണ്. ഷിർക്കും കുഫറും നിഫാഖും ഒക്കെ ഒന്നിച്ചുകൂടി സത്യവിശ്വാസത്തിനെതിരെ ഇങ്ങനെ അട്ടഹാസം മുഴക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അതില് വിശ്വാസികൾ അബൂബക്കറിനെ പോലെ അത് നടക്കൂട്ടോ, അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ഈ ആളുകൾ, ഷിർക്കിന്റെ ആളുകൾ കൊടികുത്തി വാഴുന്ന സന്ദർഭത്തില് കൽപ്പനാധികാരം അല്ലാഹുവിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അവന് തന്നെയാണ് കൽപ്പനാധികാരം. കൺട്രോൾ അവൻ പിശാചിന് വിട്ടുകൊടുക്കുന്നില്ല. പിശാചിന് കളിക്കാനും ആരൊക്കെ ആ കളിയിൽ കൂടാനും പോകുന്നുണ്ട് എന്ന് അവരവരെ കൊണ്ട് തന്നെ പരീക്ഷിച്ച് അവരെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരവസരം എന്നുള്ള നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഉറച്ച അട്ടിപ്പതറാത്ത വിശ്വാസം, ഏത് മർദ്ദന പീഡന മുറകളെയും അതിജയിച്ചുകൊണ്ട് മദീനയിലേക്ക് പ്രയാണം ചെയ്ത ആ സമൂഹത്തിന് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ സൈക്കോളജിക്കൽ ബാക്കിംഗ് ആണ് യഥാർത്ഥത്തിൽ അതിലൂടെ കിട്ടുന്നതെന്നുള്ള. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, എന്നും എല്ലാ കാലത്തും കുഫർ സത്യവിശ്വാസികൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ വിജയത്തിലും ആഹ്ലാദഭരിതരാകും. അത് സത്യവിശ്വാസികളെ വേദനിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തേണ്ടയോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. കാരണം അപ്പോഴും സത്യവിശ്വാസത്തിന്റെ കൺട്രോള് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിൽ തന്നെയാണ്. അല്ല, പ്രപഞ്ചത്തിന്റെ കൺട്രോള് അല്ലാഹുവിന്റെ കയ്യിൽ തന്നെയാണ്. സത്യവിശ്വാസികൾ അടിപതറാതെ ആദർശത്തിൽ നിലകൊണ്ടാൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ആ ആദർശത്തിന്റെ ഒരു ദൃഢതയാണ് എന്നും എല്ലാ കാലത്തുമുള്ള സത്യവിശ്വാസികൾക്ക് ഏത് ഭരണകൂട ഭീകരതയും ഏത് സംഘങ്ങളുടെ ഭീകരതയും അതിജയിക്കാനുള്ള ഊർജവും ഓജസ്സും ഈ ഖുർആനിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആഴങ്ങളിൽ ഇറങ്ങി അവ മനസ്സിലാക്കുമ്പോഴാണ് ഏത് കാലഘട്ടത്തിലും സത്യവിശ്വാസികൾക്ക് നിലനിൽക്കാൻ സാധിക്കുക. അങ്ങനെ നിലനിൽക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت، نستغفرك الحمد حقك الله. اللهم صل على محمد وعلى ال محمد
كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം എന്നോടെന്ന പോലെ ഞങ്ങളോട് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നേരത്തെ വിവരിച്ച സംഭവത്തിലുള്ള 3 സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉറച്ച വിശ്വാസം, കുഫ്ർ എന്നും സത്യവിശ്വാസത്തിനെതിരെയുള്ള വിജയത്തിലെ ആഹ്ലാദം കൊണ്ടുകൊണ്ടേയിരിക്കും. കാര്യങ്ങളുടെ തീരുമാനം എന്നും അല്ലാഹുവിന്റെ തീരുമാനത്തിലാണ് എന്ന ഒരു ബോധം ആ വിശ്വാസത്തിൽ മനുഷ്യന്മാരുണ്ടാകണം. അല്ലാഹു തന്നെ വളരെ കൃത്യമായൊരു സംഗതി കൂടി അതിന്റെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. താൽക്കാലിക വിജയം കൊണ്ട് നിലനിൽക്കുന്ന മനുഷ്യന്മാർ, അവരെ കുറിച്ച് അല്ലാഹുവിന്റെ ഭൗതിക ജീവിതത്തിന്റെ പുറമോടിയാണ് അവർ കാണുന്നത്. മക്ക മുശ്രിക്കുകൾ കണ്ടത് പേർഷ്യക്കാരുടെ പ്രവിശാലമായ സാമ്രാജ്യം, അവരുടെ സൈന്യത്തിന്റെ അംഗബലം, അവരുടെ ആയുധത്തിന്റെ ശേഷി, അവരുടെ അധികാരത്തിന്റെ ഹുങ്ക്, ഇതൊക്കെയാണ് ഭൗതികമായി അവർക്കുണ്ടായിരുന്നത്. ഇത് വിലയിരുത്തിക്കൊണ്ട് അവർ പറഞ്ഞത് ഒരിക്കലും ഈ പേർഷ്യക്കാരെ അതിജയിക്കാൻ റോമക്കാർക്ക് സാധ്യമല്ല. ഇനിയൊന്നും ആലോചിച്ചു. സമകാലികത്തിലേക്ക് ഈ സംഭവത്തിന് പറിച്ചോണ്ടോ സത്യവിശ്വാസികൾക്ക് പൈസയും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ കാശല്ല ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ആഗോള ബാങ്കിംഗ് ഏർപ്പാടുകളും നിയന്ത്രിക്കുന്ന സത്യവിശ്വാസത്തിന്റെ വിരുദ്ധമായ സമീപനങ്ങളും ഇൻട്രസ്റ്റ്, അതിൽ പലിശാധിഷ്ഠിതമായ സാമ്പത്തിക ഘടനയാണ് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മിലിറ്ററിയും യഥാർത്ഥത്തിൽ സത്യവിശ്വാസത്തിന്റെ ആളുകളായിരിക്കണം. മീഡിയ നോക്ക്, പവർ നോക്ക്, റൂൾ, അധികാരം, എല്ലാം സത്യവിശ്വാസികൾക്ക് വളരെ കൃത്യമായ സത്യവിശ്വാസം പുലർത്തുന്ന ആളുകൾ. മുസ്ലിം പേരുള്ള കുറെ ആളുകൾക്ക് പവർ ഉണ്ടെങ്കിൽ സത്യവിശ്വാസത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങി അത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് പോലും സാധ്യമല്ലാത്ത നിലയിൽ തങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായി പോകുമോ എന്ന് പേടിച്ചിട്ട് ഏതെങ്കിലും ചേരിയിൽ ഒട്ടി നിൽക്കാൻ നോക്കുന്ന രാജ്യങ്ങളാണ് യഥാർത്ഥ രാജ്യങ്ങൾ. എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടായി പോകുമോ, നമ്മുടെ എണ്ണയുടെ പ്രശ്നമോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ കുഴപ്പമുണ്ടായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും വൻശക്തികളോട് ഒട്ടി നിൽക്കാനുള്ള യഥാർത്ഥ വൻശക്തി ആരാ? ഇനി നമ്മളൊന്ന് ചിന്തിച്ചു. വൻശക്തികൾ എന്ന് വിചാരിച്ച് ഭൗതിക ജീവിതത്തിന്റെ നമുക്കുള്ള സംവിധാനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ എങ്ങോട്ടൊക്കെ നോക്കി നടക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇപ്പോൾ അന്റാഹിരാനായിക്കൊണ്ട് നടക്കുന്ന ആളുകൾ. ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തിയോ നാടിനോ ഒന്നും കുറ്റമല്ല, മൊത്തമുള്ള സ്ഥിതി നമുക്ക് നൽകിയിട്ടുള്ള ലഭ്യമായിട്ടുള്ള അധികാരങ്ങളും സൗകര്യങ്ങളും ജീവിത വിഭവങ്ങളും അതിനെന്തെങ്കിലും പറ്റിപ്പോകുമോ, അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ച് അതിനെ സംരക്ഷിക്കാമെന്ന തെറ്റായ ധാരണയിൽ ഭൗതികമായി ഭൗതിക ജീവിതത്തിന്റെ ആ മോടിയും അതുപോലെയുള്ള ആ ഒലിമയും കണ്ടിട്ട് അതുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു രീതിയാണ് സത്യവിശ്വാസങ്ങളുള്ളത്. ഇത് മാറാത്തിടത്തോളം കാലം അല്ലാഹുവിനെ സഹായിക്കാം. വളരെ കൃത്യമായി പറയുന്നത് കാരുണ്യവാനാണ്, പ്രതാപവാനാണ്. ഹഖ്ഖൻ അലൈനാ നൻജിൽ മുഅ്മിനീൻ, ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശ്വാസികളെ രക്ഷിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. എപ്പോഴെങ്കിലും അല്ലാഹ് ബാധ്യത നിർവഹിക്കാൻ പറ്റുമോ? സത്യവിശ്വാസികളെ രക്ഷിക്കേണ്ടത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. എപ്പോഴെങ്കിലും അല്ലാഹു തആല ബാധ്യത നിർവഹിക്കാൻ പറ്റും. അപ്പോ ആ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള നമ്മൾ കൊടുക്കേണ്ട ഒരു അവസരമുണ്ട്, അർഹതകളില്ല. അക്കാര്യത്തിൽ സത്യവിശ്വാസ സമൂഹം
വളരെ പിന്നോക്കം പോയിരിക്കുന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ കുത്തിയെടുത്തിട്ട് ആത്മവീര്യം കെടുത്താനല്ല ഖുർആൻ നമ്മളിത് പഠിപ്പിക്കുന്നത്. ആത്മചൈതന്യം ഉണ്ടാവാൻ, അള്ളാഹുവിന്റെ പേരിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, എല്ലാവരും കൂടി ഇന്ത്യ രാജ്യത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ അള്ളാഹുന്റെ പേര് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിന് പോലും 10,000 എഴുന്നേറ്റിട്ടില്ല. എല്ലാവരും കൂടെ റോഡിൽ ഇറങ്ങി നിന്നാണ്. എത്ര കോടി ജനങ്ങളുണ്ട് ഇവിടുത്തെ ജീവിതം എന്ന സംഭവം ഒന്നൊക്കെയാണ്. 1000 എണ്ണം ഒന്നോട് കണ്ട് എല്ലാം കൂടെ എഴുന്നേറ്റിരുന്നു. ഞങ്ങളോട് ഉണ്ടായിരുന്നു ഇപ്പം ദിന 70,000 അഭിപ്രായങ്ങളുണ്ട്. പണ്ഡിതന്മാരും 10 കൊടുക്കും, മറ്റോടുക്കും. എന്തെങ്കിലും കാര്യത്തിൽ യോജിക്കാനുള്ള ഒരു വഴിയല്ല, വിയോജിക്കാനുള്ള ഗവേഷണത്തിന്റെ ആഴത്തിലാണ്. അതിന് പീച്ച് കൊടുക്കുകയും മിക്കവാറും എല്ലാ പണ്ഡിതന്മാരും ഇരിക്കും. ആ കോലത്തിലാണ് സംഭവം. ഖുർആനിലേക്ക് ആഴത്തിലിറങ്ങുകയും കാലികമായ ഒരു പുനർവായന ഖുർആനിൽ സത്യവിശ്വാസികൾ നടത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഈ സമുദായത്തിന്റെ ഇന്നത്തെ ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമായി. ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നത് ആരുടെ ഔദാര്യം കൊണ്ടല്ല. ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ അത് നശിച്ചുപോകില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. ദീനുൽ ഇസ്ലാം അള്ളാന്റേതാണ്. അത് ആദം നബി പോലെ അള്ളാഹുത്താലത് ഇങ്ങനെ ഭൂമിയിലേക്ക് ഇങ്ങനെ ആളുകളെ വിട്ടത് കടിച്ചുകൊടുത്തു ഇരിക്കുന്നുണ്ട്. ആരുടെ ഔദാര്യം അതിനാവശ്യമില്ല. ഔദാര്യം ആവശ്യമുള്ളത് നമുക്കാണ്. ദീനുൽ ഇസ്ലാമിൽ കൂടി അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് നമ്മൾ ഈ ദീനിൽ ഹിദായത്തിൽ നിൽക്കുന്നത് എന്നൊരു ബോധമെങ്കിലും ഉണ്ടാവണമെന്ന് റസൂലിനോട് പറയാൻ അള്ളാഹുത്താല മെച്ചമാണ്. ഇസ്ലാം സ്വീകരിച്ച എന്തോ ഒരു വലിയ കാര്യമായിട്ട് അറാബികൾ നിന്നോട് പറയണം. അപ്പോ നീ പറയാ എന്നോട് വലിയ കാര്യം കാണിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾക്ക് സ്വർഗം നേടാൻ വേണ്ടി അള്ളാഹു നിങ്ങളോട് ഒരു കാര്യം കാണിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. മിനിമം അതെങ്കിലും മനസ്സിലാക്കാൻ സത്യവിശ്വാസത്തിന് സാധിച്ചില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇതും കൊണ്ട് നടക്കുന്ന ആളുകൾ ചരിത്രത്തിന്റെ ചവറ്റോട്ടേക്ക് പോകും. വേറെ നിങ്ങളെല്ലാത്തൊരു സമൂഹത്തിലൂടെ കൊണ്ടുവരും. അവര് തെറ്റ് ചെയ്യും, ഓർക്കും, പുറത്തുള്ള ചോദിക്കും, പുറത്തു കൊടുക്കും, അവർക്ക് സഹായം ഉണ്ടാവും, അവർ വിജയിക്കും. ദീനുൽ ഇസ്ലാം അങ്ങനെ ശക്തമാവുകയും ചെയ്യും. ഇങ്ങനെ അർത്ഥം വരുന്ന ഒരുപാട് ആഴ്ചകളും ഹദീസുകളും കാണാൻ സാധിക്കും. അപ്പോ ഏത് സന്ദർഭത്തിലും നമ്മുടേതാണ് പ്രശ്നം. വിജയിക്കണോ വേണ്ടത് നമ്മളാണ് തീരുമാനിക്കാനുള്ളത്. അതിന് ആത്മാർത്ഥമായ അള്ളാഹുവിന്റെ സഹായം തേടുകയാണ് വഴിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആ വഴി തേടി ആത്മാർത്ഥതയോടെ തേടി വിജയിക്കാൻ. ഇനി സമൂഹം ഒന്നും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ വ്യക്തികൾ അത് അവരെങ്കിലും രക്ഷപ്പെടുമല്ലോ. ഓരോ വ്യക്തിയും രക്ഷപ്പെടുമ്പോൾ, ഓരോ കുടുംബവും രക്ഷപ്പെടുമ്പോൾ, ഒരുപാട് കുടുംബങ്ങൾ സമൂഹങ്ങളാവുമ്പോൾ, സമൂഹങ്ങൾ നാടാവുമ്പോൾ, നാടുകൾ ലോകമായി മാറും എന്നൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ അല്ലാഹു തആല നിർബന്ധമായി പറഞ്ഞു. ഇതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് വിടൂല. അതാണ് ഒരു പ്രശ്നം. ഒന്നും കുഴപ്പമില്ല, ആ മനുഷ്യന് പോയെങ്കിൽ നരകത്തിലിടുന്നു. അതുകൊണ്ട് നീ നിന്റെ തടിയും നിന്റെ കുടുംബത്തിന്റെ തടിയും കാത്തോളൂ. മിനിമം അതെങ്കിലും നമ്മുടെ മനസ്സിലെപ്പോഴും ശക്തമായി പ്രതിഫലിക്കണം. എന്നാലേ നമ്മുടെ സത്യവിശ്വാസം തിളക്കമുള്ളതായി മനസ്സിലെപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റൂ. അങ്ങനെയുള്ള സത്യവിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبي بكر وعمر وعثمان وعلي حسن وحمزة والعباس والحسن والحسين من بقية أصحاب رسول الله أجمعين. آمين وآمين ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഉസ്താദന്മാർ, ബന്ധുമിത്രർ, സഹോദരങ്ങൾ, വാരസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ഉസ്താദ്, മറ്റുള്ള എല്ലാ സത്യവിശ്വാസങ്ങളെയും പുറത്തുമാർപ്പാക്കുന്നതിനാണ് ആ താൻ മുന്നേ ഞങ്ങളിൽ നിന്നിലെത്തിയ ആൾക്കാരുടെ അപകടങ്ങൾ സ്വർഗ പൊങ്കാവനങ്ങളാക്കി കൊടുക്കണേ. അല്ലാഹു ഞങ്ങൾക്ക് ഖുർആൻ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അത് മറ്റുള്ളവരെ എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. എപ്പോഴും പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവസാനം സക്രാത്തിന്റെ ഹാലിൽ വളരെ സംതൃപ്തമായി റാളിയായി എന്നിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ കബറിടങ്ങളെ നീ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റണേ നാഥ. മഹ്ശറയിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിങ്ങളെ മോചിപ്പിക്കണേ നാഥ.
സ്വർഗ്ഗത്തിൽ ഫിർദൗസിൽ നിന്റെ അനുഗ്രഹങ്ങളിൽ അതാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن في الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.